ചിന്തിക്കേണ്ടതാണ്. സമൂഹം സർവഭൂതേഷു നമ്മെ ദ്വേഷ്യോസ്തി ന പ്രിയ. ഞാൻ എല്ലാവരിലും സമനാണ്, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരോടും പ്രിയമില്ല. ഈ നേരത്തെ കക്ഷിന്റെ കഥ വീണ്ടും തുടരാം. കക്ഷി ബാഗും കൊണ്ട് വന്നുല്ലോ. ബാഗും കൊണ്ട് വന്ന് കോഴിക്കോട് രാമകൃഷ്ണാശ്രമത്തിൽ പോയി, ചിന്മയ മിഷനിൽ പോയി, അമൃതാനന്ദ മഠത്തിൽ പോയി, എല്ലായിടത്തും പോയി. ഇവിടെയും വന്നു. ഓ, രക്ഷപ്പെട്ടു സ്വാമി, രക്ഷപ്പെട്ടു. വലിയ തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്ഭുതമാണ്. ഞാൻ ചോദിച്ചു എന്താ കാരണം? എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം. ഞാൻ ചോദിച്ചു ഈശ്വരന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രത്യേകിച്ച് ഒരു കച്ചവടം എന്താ? അപ്പം ആ മരിച്ച ആൾക്കാരെ ഒന്നും ഈശ്വരൻ അനുഗ്രഹിച്ചില്ല എന്ന് വരില്ലേ? അപ്പം ഈശ്വരൻ ചിലരെ അനുഗ്രഹിക്കുകയും ചിലരെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടനല്ലേ? ദ്വന്ദ്വബുദ്ധിയല്ലേ? മനുഷ്യ, നിങ്ങളെ പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. പ്രാരബ്ധം കഴിഞ്ഞവർ പോയി. ആ, ഇതെന്നോട് ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും പറയണത് പറയാ നമ്മളിവിടെ ഇരിക്കണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പം മറ്റു മരിച്ചതൊക്കെ ഈശ്വര ക്രോധം കൊണ്ട് മരിച്ചു എന്ന് പറയണ്ടേ? അവൻ ഈശ്വരനാണോ? ചിലരോടൊരു ഇഷ്ടം, ചിലരോട് അല്ല സ്വാമി. അത് സ്തുതിക്കണവരോട് ഇഷ്ടം കാണും, അത് ശരി. മണി അടിക്കണവരോട് ഒരു പ്രത്യേക താല്പര്യം അല്ലേ? സോപ്പിട്ട് കൂടെ കൂടുന്നവരോട് ഒരു താല്പര്യം അല്ലേ? ഇയാളെ പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രാരബ്ധം കഴിഞ്ഞവർ പോയി, അത്രയേ ഉള്ളൂ.